നാൾ പൊക്കമെങ്കിലും ഉയരത്തിലാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. ഈ മണ്ണ് മുഴുവൻ മാറ്റിയ ശേഷം മാത്രമേ ലോറി അടിയിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാവൂ. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പുഴയിൽ പുഴയിൽ ഈ ലോറി ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. നേവി ഉൾപ്പെടെയുള്ളവർ ഈ പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. അവർ ഈ 40 ടണ്ണെങ്കിലും ഭാരമുള്ള ലോറി അധികം ഒഴുകി പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ അവർ പരിശോധിച്ചിരുന്നു. ലോറിയുടെ ഭാഗങ്ങളൊന്നും ഈ അടിത്തട്ടിൽ പുഴയുടെ അടിത്തട്ടിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് വന്ന മറുപടി. അതുകൊണ്ട് തന്നെ പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രദേശത്ത് ഇപ്പോൾ NDRF-ഉം അഗ്നിശമന സേനയും പോലീസും ചേർന്നിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. മറുവശത്ത് വഴി ക്ലിയർ ആക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി വരെ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. GPS സിഗ്നൽ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ദുഷ്കരമായിരുന്നത് കാലാവസ്ഥയാണ്. ഇന്നും മഴ തന്നെ അവിടെ തുടരുന്നു. റെഡ് അലർട്ടാണ് ആ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ മഴ ഈ രക്ഷാപ്രവർത്തനത്തെ പ്രശ്നമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, രാത്രിയിലും തിരച്ചിൽ തുടരും എന്നുള്ളൊരു ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഈ ബന്ധുക്കളൊക്കെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. ശ്രീധരൻ, സമയം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ 6 മണി പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരുട്ട് വീഴുന്ന സമയത്തേക്ക് കടക്കുമ്പോൾ രക്ഷാപ്രവർത്തനം അത് ദുഷ്കരമാകുമോ? അതിൽ എന്ത് തരത്തിലുള്ള ആശങ്കയാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും രാത്രിയിലെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് ദുഷ്കരം തന്നെയാണ്. മഴ തുടരുന്നുണ്ട്. മണ്ണിടിച്ചിൽ ചെറിയ തോതിൽ അവിടെ എവിടെയൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. മഴ പെയ്താൽ മണ്ണ് കുത്തിയൊലിച്ച് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ എന്നുള്ളത് ദുഷ്കരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ രീതിയിൽ രാത്രിയിൽ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ള കാരണവും. പക്ഷെ ഇന്ന് കൂടുതൽ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് കൂടുതൽ ആളുകളെയൊക്കെ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു നടപടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് ഇതുവരെ അല്ലെങ്കിൽ ഉറപ്പ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഈ അർജുനെയും കാത്തുകൊണ്ട് ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു പരാതി, ഈ പലപ്പോഴും ഈ വിവരങ്ങൾ കൈമാറിയിട്ടും പോലീസോ രക്ഷാപ്രവർത്തകരോ ആ ഭാഗത്തേക്ക് ഇവർ പറയുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ആ പ്രദേശത്ത് സ്ഥലം MLA എത്തി ആ MLA-യോടൊക്കെ പരാതി പറഞ്ഞ ശേഷമാണ് ആ പ്രദേശത്ത് ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ തിരച്ചിൽ തുടങ്ങിയത്. ഏതായാലും ഇന്ന് രാത്രിയും പരിശോധന തുടരും എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ നമുക്കറിയാം രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടുകിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെയും ആവശ്യം, മുൻപിലുള്ള ആവശ്യവും പ്രതീക്ഷയും ഒക്കെ അത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ ദൗത്യത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിൽ വരെ ഉണ്ടായി എന്നുള്ളത് അത് തീർത്തും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയും അതിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഓരോ മണിക്കൂറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുന്നൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിൽ അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ ഊർജിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് ആ തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ ഏകോപനം ഏത് തരത്തിലാണ്? കാർവാർ SP-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഒക്കെ പ്രദേശത്തുണ്ടായിരുന്നു. SP അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് ഈ നടപടികൾക്ക് എല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തുണ്ട്, അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും അതിന്റെ ഒരു റിസൾട്ട് ഈ തെരച്ചിൽ കാണും. തെരച്ചിൽ ദ്രുതഗതിയിൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടക സർക്കാരിൽ കേരളത്തിൽ നിന്ന് ചെലുത്തിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടി പ്രത്യേക പോലീസിനോട് റിപ്പോർട്ടൊക്കെ തേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ADGP-യോട് ഈ വിഷയം എന്താണ് സംഭവിച്ചത്, പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലുകളിൽ 10 മൃതദേഹം ഈ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഏതായാലും രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടായി. അതായത് പറഞ്ഞതിൽ കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ മണ്ണ് മാറ്റിയപ്പോൾ മനസ്സിലായത്. അതായത് ആദ്യം ഒരു കാറും ഒരു ട്രക്കും ഇതിനടിയിൽ പെട്ടു എന്നുള്ളതായിരുന്നു വിവരം. പിന്നീട് അതിനടിയിൽ നിന്ന് 2 ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ 2 ഇരുചക്ര വാഹനങ്ങളൊക്കെ അതിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തി. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്.